ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് ഗ്രാഫിലെ ട്രീയിലെ എഡ്ജസിൻ്റെ എണ്ണം വെർട്ടിസിൻ്റെ എണ്ണത്തേക്കാൾ ഒന്ന് കുറവായിരിക്കും. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ട്രീ വിത്ത് n വെർട്ടിസസ് ഈസ് n-1. ഇത് കോൺവേഴ്സും പറയാൻ പറ്റും. കോൺവേഴ്സ്ലി ഈ പ്രോപ്പർട്ടിയുള്ള കണക്റ്റഡ് ഗ്രാഫാണെങ്കിൽ അത് ട്രീ ആയിരിക്കും. കോൺവേഴ്സ്ലി കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ് ദാറ്റ് വിൽ ബി എ ട്രീ എന്നുള്ള റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഒരു ഗ്രാഫിലെ അല്ലെങ്കിൽ ട്രീയിലെ n വെർട്ടിസുള്ള ട്രീയിൽ n-1 എഡ്ജസ് ഉണ്ടാവും എന്നുള്ളത് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. ബൈ ഇൻഡക്ഷൻ ഓൺ n ദ നമ്പർ ഓഫ് വെർട്ടിസസ് n ഈക്വൽ ടു 1 വെർട്ടക്സ് മാത്രമുള്ള ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് ട്രിബിയൽ ട്രീ ആണ്, അല്ലെങ്കിൽ ഒരു K1 ആണ്, ഒരു വെർട്ടക്സ് മാത്രമാണ്, അപ്പോൾ എഡ്ജില്ല. m 0 ആണ്, 0നെ 1-1 എന്ന് എഴുതാം. 1 എന്ന് പറഞ്ഞാൽ n ആണ്, അപ്പോൾ n-1. അപ്പോൾ m ഈക്വൽ ടു n-1 എന്നുള്ള സാറ്റിസ്ഫൈഡ് ഫോർ എ ട്രീ വിത്ത് ജസ്റ്റ് സിംഗിൾ വെർട്ടക്സ്. n ഈക്വൽ ടു 1ന് ശരിയാണ്. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. n ഈക്വൽ ടു 2നും വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. n ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? K2 ആയിരിക്കും. 2 വെർട്ടിസുള്ള ട്രീ എന്ന് പറഞ്ഞാൽ K2 ആണ്. അതിൽ ഒരേ എഡ്ജേ ഉള്ളൂ. m ഈക്വൽ ടു 1, 2-1 n-1 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇനി ഇൻഡക്ഷൻ അസ്യൂം ചെയ്യാണ്. അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ ട്രീസ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 വെർട്ടിസസ്. n-1 വെർട്ടിസസ് വരെയുള്ളതിന് ഈ പറഞ്ഞ റിസൾട്ട് ശരിയാണ് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ടി ബി എ ട്രീ ഓൺ n വെർട്ടിസ്. n വെർട്ടിസ് ഉള്ളതിന് പ്രൂവ് ചെയ്യാം. n വെർട്ടിസുള്ള ഒരു ട്രീ എടുത്തു, നമ്മൾ അതിലൊരു എഡ്ജ് എടുക്കുകയാണ്. ആ ട്രീയിൽ ഒരു എഡ്ജ് എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സപ്പോസ് ഡിലീറ്റിന് മുന്നേ ഈക്വൽ ടു യു വി എന്ന് പറഞ്ഞതാണ് എഡ്ജ്. അപ്പോൾ പാത്ത് ഉണ്ടാവും, യു വി എന്ന് പറഞ്ഞ പാത്ത് ഉണ്ടാവും. യു വി എന്ന് പറഞ്ഞ ഒരു പാത്താണ്, അത് യുണീക്ക് പാത്താണ്. ഗ്രാഫിൽ ട്രീ ആയതുകൊണ്ട് യുണീക്ക് പാത്താണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ യുണീക്ക് പാത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവും. T-E ഈസ് ഡിസ്കണക്റ്റഡ്. T-E ഡിസ്കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ടിയിൽ നിന്ന് ഒരു എഡ്ജ് പോകുമ്പോൾ T-Eയിൽ ടീനേക്കാൾ ഒരു എഡ്ജ് കുറഞ്ഞു. മനസ്സിലായി? ഒരു എഡ്ജ് കുറഞ്ഞു, അത് മനസ്സിലാക്കുക. പക്ഷേ വെർട്ടിസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ട് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് മാറി T1 T2 വിചാരിക്കുക. അപ്പോൾ ഓരോ കോമ്പണൻറ്റിലും വെർട്ടിസിൻ്റെ എണ്ണം കുറയില്ലേ? n ഓഫ് T1 എന്തായിരിക്കും? ടോട്ടൽ n വെർട്ടിസ് അല്ലേ? അപ്പോൾ ഓരോ കോമ്പണൻറ്റിലും മാക്സിമം n-1 വെർട്ടിസ് ഉണ്ട്, മാക്സിമം. അപ്പോൾ രണ്ടാമത്തെ കോമ്പണൻറ്റ് n ഓഫ് T2ലും എന്താ രണ്ട് കോമ്പണൻ്റായിട്ട് മാറിയാൽ T2ലും മാക്സിമം n-1 വെർട്ടിസ് ഉണ്ടാവും. ആകെ n വെർട്ടിസ് അല്ലേ? അപ്പോൾ രണ്ട് കോമ്പണൻ്റ് ആകുമ്പോൾ ഒരു വെർട്ടക്സും ഒരു കോമ്പണൻറ്റിൽ വേണ്ടേ? അപ്പോൾ മറ്റേതിൽ മാക്സിമം n-1 വെർട്ടിസ് ഉണ്ടാവും. എന്ന രീതിയിൽ n ഓഫ് T1ഉം n ഓഫ് T2 ഉള്ള വെർട്ടിസിൻ്റെ എണ്ണം, അതായത് അതിലുള്ള വെർട്ടിസിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് അപ്ലൈ ചെയ്യാം. ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ T1നും T2നും റിസൾട്ട് ശരിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് T1ലുള്ള എഡ്ജസിൻ്റെ എണ്ണം m ഓഫ് T1ലുള്ള എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിലുള്ള വെർട്ടിസിൻ്റെ എണ്ണം -1 ആയിരിക്കും. അതാണല്ലോ റിസൾട്ട്. അതുപോലെ T2ലുള്ള എഡ്ജസിൻ്റെ എണ്ണം m ഓഫ് T2 എന്ന് പറഞ്ഞാൽ T2ലുള്ള എഡ്ജസിൻ്റെ എണ്ണം അത് n ഓഫ് T2ലുള്ള വെർട്ടിസിൻ്റെ എണ്ണം -1 ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഒറിജിനൽ ഗ്രാഫിലുള്ള എഡ്ജസിൻ്റെ എണ്ണം m ഓഫ് T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? m ഓഫ് T1 യൂണിയൻ T2 രണ്ട് കോമ്പണൻ്റായിട്ട് മാറി. എങ്ങനെയാണ് കോമ്പണൻ്റായിട്ട് മാറി? ഒരു എഡ്ജ് കൂടിയും ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു എഡ്ജ് കൂടിയും കൂട്ടണം. അപ്പോൾ T1ഉം T2 യൂണിയൻ എഡ്ജ്, ഒരു എഡ്ജ്, അതാണ് T. അപ്പോൾ m ഓഫ് T ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഓരോന്നിൻ്റെ എഡ്ജ് ആഡ് ചെയ്യുക. അപ്പോൾ m ഓഫ് T1 പ്ലസ് m ഓഫ് T2 പ്ലസ് ഒരു എഡ്ജ് ഈ 1. പക്ഷേ m ഓഫ് T1 എന്താണ്? n ഓഫ് T1 -1, m ഓഫ് T2 n ഓഫ് T2 -1 ആണ്, പ്ലസ്. അപ്പോൾ അത് നമുക്ക് n ഓഫ് T1 പ്ലസ് n ഓഫ് T2 -1 എന്നിട്ട് n ഓഫ് T1 പ്ലസ് n ഓഫ് T2 പറഞ്ഞാൽ ടോട്ടൽ എഡ്ജാണ്, n ഓഫ് T ആണ് -1. അപ്പോൾ ഇത് m ഓഫ് T ഈസ് ഈക്വൽ ടു n ഓഫ് T -1 എന്ന് പറഞ്ഞാൽ T ക്ക് ഇത് ശരിയാണ്. m ഈക്വൽ ടു n-1 ഉള്ളത് T ക്കും ശരിയാണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇൻഡക്ഷൻ കംപ്ലീറ്റ് ആയി, ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി തിരിച്ച് പറയുകയാണ്, കോൺവേഴ്സ്ലി ദറ്റ് G be a കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടിസ് ആൻഡ് n-1 എഡ്ജസ്. പ്രൂവ് ചെയ്യേണ്ടത് എന്താ? G ട്രീ ആണ്. അപ്പോൾ ബൈ തിയറം G ഹാസ് എ സ്പാനിങ് ട്രീ. നമുക്കൊരു സ്പാനിങ് ട്രീ ഉണ്ടെന്ന് അറിയാം, അത് നമുക്കറിയാം തിയറപ്രകാരം, കണക്റ്റഡ് ഗ്രാഫ് ആയിട്ട്. അപ്പോൾ ബീയിങ് എ സ്പാനിങ് ട്രീ T ഹാസ് n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ് ആസ് G. ശരി, ബീയിങ് എ സ്പാനിങ് ട്രീ. അപ്പോൾ നമുക്കൊരു സ്പാനിങ് ട്രീ ആകുമ്പോൾ ട്രീ ആണല്ലോ. അപ്പോൾ അതിനൊരു ഇപ്പം തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം അതിന് n വെർട്ടിസും എല്ലാ വെർട്ടിസും ഉണ്ടല്ലോ. അപ്പോൾ n വെർട്ടിസും n-1 എഡ്ജസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ജീനെ പോലെ തന്നെയാണ് അതും എന്ന് വരും. സ്പാനിങ് ട്രീ ഉണ്ടെങ്കിൽ അത് G പോലെ തന്നെ. അപ്പോൾ G അതിനൊരു ട്രീ ആണ്, G ഒരു ട്രീ ആണ് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ G കണക്റ്റാണ്, കോൺവേഴ്സ്ലി G കണക്റ്റാണ്. ജിക്കുള്ള പ്രത്യേകത n വെർട്ടിസും n-1 എഡ്ജസും ഉണ്ട്.
പക്ഷേ ഒരു കണക്റ്റഡ് ഗ്രാഫ് നിൽക്കുമ്പോൾ അതിനൊരു സ്പാനിങ് ട്രീ ഉണ്ടാവും, ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എല്ലാ വെഡ്ജസ് ഉൾപ്പെടുന്ന ട്രീ ഉണ്ടാവും. പക്ഷേ ട്രീ ആയതുകൊണ്ട് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം അതിൽ എത്ര വെഡ്ജസ് എഡ്ജ് ഉണ്ടാവും, n-1 എഡ്ജ് ഉണ്ടാവും. അപ്പോൾ ടി എന്ന് പറഞ്ഞൊരു സ്പാനിങ് ട്രീ ഉണ്ടല്ലോ ജി കീ, അതിന് ജീൻ്റെ അതേ പ്രോപ്പർട്ടിയാണ്. അത് എന്താണ്, കണക്റ്റഡ് ആണ്, ട്രീ അല്ലേ, കണക്റ്റഡ് ആണ്. പിന്നെ എന്താണ്, n വെഡ്ജസ് ഉണ്ട്, എല്ലാ വെഡ്ജസും ഉണ്ട്, സ്പാനിങ് അല്ലേ. പിന്നെ n-1 എഡ്ജസ് ഉണ്ട് ട്രീ ആയതുകൊണ്ട്. അപ്പോൾ ഈ ജീൻ്റെ അതേ പ്രോപ്പർട്ടി ഇതിനുണ്ട്. പക്ഷേ ജീൻ്റെ സബ്ബാണ്. പക്ഷേ അത് അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിയിലുണ്ട്, ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ടി തന്നെയായിരിക്കും. പക്ഷേ ടി എന്താണ്, ട്രീ ആണ്, സ്പാനിങ് ട്രീ അല്ലേ. അപ്പോൾ ജി ട്രീ ആയിരിക്കും. ആ രീതിയിലാണത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു റിസൾട്ട് നോക്കാം. തിയറം 4.1.7 ആണ്. എ കണക്റ്റഡ് ഗ്രാഫ് ജി ഇസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി എഡ്ജ് ഇസ് എ കട്ട് എഡ്ജ്. ഒരു കണക്റ്റഡ് ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ അതിൻ്റെ ഒരു ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ്, എല്ലാ എഡ്ജും കട്ട് എഡ്ജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട്, സപ്പോസ് ജി ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് വിച്ച് ഇസ് എ ട്രീ ഓൾസോ, ട്രീ കൂടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കണക്റ്റഡ് ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ എന്ത് വേണം, അസൈക്ലിക് ആയിരിക്കും. അതിൽ സൈക്കിൾസ് ഉണ്ടാവില്ല. ആ ഗ്രാഫിൽ സൈക്കിളില്ല. ജി കണ്ടെയ്ൻസ് നോ സൈക്കിൾസ്, ജിയിൽ സൈക്കിൾസ് ഇല്ല എന്ന് കിട്ടും. സൈക്കിളില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ ഒരേ എഡ്ജും സൈക്കിളിൽ വരില്ല അല്ലേ. ഗ്രാഫിൽ സൈക്കിളില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ എഡ്ജൊന്നും സൈക്കിളിൽ വരില്ല. അപ്പോൾ എവരി എഡ്ജ് ഓഫ് ജി ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എ സൈക്കിൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എവരി എഡ്ജ് ഈസ് എ കട്ട് എഡ്ജ് അല്ലേ. കട്ട് എഡ്ജ് ആണെങ്കിൽ സൈക്കിളിൽ വരില്ല എന്നല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ സൈക്കിളിൽ വരുന്നില്ല, കാരണം ഗ്രാഫിൽ സൈക്കിളില്ല. അപ്പോൾ ഒരെഡ്ജും ഗ്രാഫിൻ്റെ ഒരെഡ്ജും സൈക്കിളിൽ വരില്ല. സൈക്കിളിൽ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് എ കട്ട് എഡ്ജ്. അപ്പോൾ എവരി എഡ്ജ് ഇസ് എ കട്ട് എഡ്ജ്. കോൺവേഴ്സ്ലി സപ്പോസ് ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് സച്ച് ദാറ്റ് എവരി എഡ്ജ് ഇസ് എ കട്ട് എഡ്ജ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ജി ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി സപ്പോസ് ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് സച്ച് ദാറ്റ് എവരി എഡ്ജ് ഇസ് എ കട്ട് എഡ്ജ്. അപ്പോൾ കണക്റ്റഡ് ആണല്ലോ, ഈ ട്രീ എന്ന് പ്രൂവ് ചെയ്ത് എന്ത് പ്രൂവ് ചെയ്താൽ സൈക്കിളില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ എഡ്ജും കട്ടടിച്ച് എന്ന് പറഞ്ഞാൽ ഓരോ എഡ്ജിനും ഒരു സൈക്കിൾ വരാൻ പറ്റില്ല. കട്ടടിച്ചാണെങ്കിൽ സൈക്കിൾ വരാൻ പറ്റില്ല. അതുകൊണ്ട് എവരി എഡ്ജ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ സൈക്കിളില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫ് അസൈക്ലിക്കാണ്. അപ്പോൾ ഗ്രാഫ് കണക്റ്റഡ് ആണ്, അസൈക്ലിക്കാണ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഈസ് എ ട്രീ. ഓക്കെ, അതാണ് ആ റിസൾട്ട്.